സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് വിഷു. ലോകത്തെവിടെയായാലും മലയാളി മറക്കാതെ ആഘോഷിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു. മനുഷ്യന് പ്രകൃതിയില്ലാതെ നിലനിൽപ്പില്ലെന്ന തിരിച്ചറിവ് കൂടി വിഷു നൽകുന്നു. വിഷു എന്നാൽ വിള നടുന്നതിൻ്റെ ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത്. പുതിയ വർഷത്തിൻ്റെ തുടക്കമായും മലയാളികൾ വിഷുവിനെ കാണുന്നു. വിഷു എന്നാൽ സംസ്കൃതത്തിൽ തുല്യമായത് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. രാത്രിയും പകലും തുല്യമായ ദിവസം, കൂടാതെ സൂര്യൻ ഭൂമധ്യരേഖയിൽ ഉദിക്കുന്ന ദിവസം എന്ന പ്രത്യേകതയും വിഷുവിനുണ്ട്. മലയാള മാസം മേടം 1-നാണ് സാധാരണ വിഷു ആഘോഷിക്കാറുള്ളത്. എന്നാൽ ഈ വർഷം മേടം 2-നാണ് വിഷു. മലയാളിയെ വിഷു വരുന്നെന്നറിയിക്കുന്നത് മറ്റാരുമല്ല, പ്രകൃതിയെ മഞ്ഞപ്പെട്ടുകൊണ്ട് പുതപ്പിച്ച കൊന്നപ്പൂക്കൾ തന്നെ. നാടെങ്ങും പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കുന്ന ഓരോ മലയാളിയുടെ മനസ്സിലും വിഷുവെത്തിയെന്ന് ഓർമ്മപ്പെടുത്തലുളവാക്കുന്നു. വിഷുക്കണിയിലെ സവിശേഷ വസ്തുവും കൊന്നപ്പൂക്കൾ തന്നെ. വിഷുവിൻ്റെ പ്രധാന ചടങ്ങ് വിഷുക്കണി തന്നെ. ഒരു വർഷത്തെ ഫലം മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്ന പ്രത്യേകതയും വിഷുക്കണിക്കുണ്ട്. മലയാളിയുടെ ആഗ്രഹങ്ങൾക്ക് പ്രത്യാശ ഊട്ടി ഉറപ്പിക്കലാണ് കണിയൊരുക്കലിലൂടെ ലഭിക്കുന്നത്. മറന്നുപോകാതെ നമ്മൾ കൈപ്പറ്റുന്ന വിഷുക്കൈനീട്ടം വരും നാളുകളിലേക്കുള്ള സമ്പാദ്യപ്പെട്ടിയിലെ ആദ്യ നാണയമാകുന്നു. പടക്കങ്ങൾ തന്നെ മറ്റൊരു താരം. പൂക്കുറ്റിയും മത്താപ്പും എന്നിവയെല്ലാം മനസ്സിൽ ആനന്ദത്തിൻ്റെ തിരികത്തിക്കുന്നു. മലയാളിയുടെ ആദ്യകാലങ്ങളിൽ വർഷത്തിൽ 2 തവണ ലഭിക്കുന്ന വസ്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും വിഷുക്കോടി തന്നെ. വിഷു അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് വിഭവസമൃദ്ധമായ വിഷുസദ്യയിലൂടെയാണ്. കാളനും ഓലനും അവിയലും നാവിൻ്റെ രുചിക്കൂട്ടിനെ ആശ്ലേഷിക്കുമ്പോൾ പാൽപ്പായസത്തിൻ്റെ മത്ത് മനസ്സിനെ സമൃദ്ധിയുടെ നിർവൃതിയിലെത്തിക്കുന്നു. കുട്ടികൾക്കും സന്തോഷത്തിൻ്റെ നാളുകളാണ് വിഷു നൽകുന്നത്. പരീക്ഷ ചൂട് കഴിഞ്ഞ് അവധിക്കാലത്ത് ആദ്യമെത്തുന്ന വിരുന്നുകാരൻ കൂടിയാണ് വിഷു. ഭക്ഷ്യസമൃദ്ധിയുടെ നാളുകൾ കൂടി ഓർമ്മപ്പെടുത്തുന്നു വിഷു. പത്തായങ്ങളിൽ നിറയുന്ന നെല്ലുകൾ, പ്രകൃതിയുടെ അനുഗ്രഹമായ ചക്ക, മാങ്ങ മുതലായ ഫലവർഗ്ഗങ്ങൾ യഥേഷ്ടം ലഭിക്കുന്ന സമയം. സമ്പൽ സമൃദ്ധിയിലാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന് ശേഷം പെയ്യുന്ന മഴയിൽ കൊഴുതു കഴിഞ്ഞ വയലുകൾ അടുത്ത വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിനാൽ വിഷു നാളത്തെ നിലനിൽപ്പിനായുള്ള മനസ്സിൻ്റെ തയ്യാറാകൽ കൂടിയാണ്. ന്യൂസ് ഡെസ്ക് NTV.